അല്ല ജയ്സല, ഇതിപ്പോൾ ഇതിലേ വഴി? നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മിനി ഗോവ എന്നൊക്കെ പറഞ്ഞിട്ട് ബീച്ചിലേക്ക് കൂട്ടി കൊണ്ടുവന്നിട്ട് ഇതേതാ കാട് എന്നുള്ളത്. ഞാനും അതാ നോക്കുന്നത്, എവിടെ ബീച്ച്, ഏതാ വഴി. നമുക്കിപ്പം ഇവിടുന്ന് കേൾക്കാം, കടലിൻ്റെ ശബ്ദം കേൾക്കുന്നതുകൊണ്ട് ബീച്ചിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലാവും. എന്തായാലും ആളുകൾ നടന്ന് പോയി ചെറിയൊരു വഴിയൊക്കെ ആക്കി വെച്ച സ്ഥലമുണ്ട്, അതിലൂടെ ഇങ്ങനെ നടന്നു പോവാം. അങ്ങനെ നമ്മളിതാ ബീച്ചിലെത്തിയിട്ടുണ്ട്. ഇതാണ് പയ്യോളിക്കടുത്തുള്ള കൊളാവി ബീച്ച്. മിനി ഗോവ എന്നൊക്കെ സഞ്ചാരികൾ പേരിട്ട് വിളിക്കുന്ന ആ സ്ഥലം. ചെറിയ വഴി കഴിഞ്ഞ് പിന്നെ എത്തിയാൽ അതിമനോഹരമായ കാഴ്ചയാണ്. ഒരു വശത്ത് കടൽ, മറുവശത്ത് ഇതാ ഇതുപോലെ മനോഹരമായ കണ്ടൽക്കാട്. കണ്ടൽ കാട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിനുള്ളിൽ ഫുള്ള് കണ്ടൽ ചെടികൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് വേരൊക്കെ, ഇതിൻ്റെ വേരുകളും ശിഖരങ്ങളും ഇത് താഴേക്ക് വന്നിട്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്. പുഴ കടലിലേക്ക് ഒഴുകി വരുന്ന സ്ഥലമാണിത്. നല്ല രസമുണ്ട്. ഈ കടലിൻ്റെ ആ മനോഹാരിത അതിനേക്കാളേറെ എന്ന് പറയാവുന്ന രീതിയിലാണ് ഈ ഭംഗി. തൊട്ട് രണ്ട് ഭാഗത്തും കണ്ടലുകൾ നിറഞ്ഞു കിടക്കുന്ന പച്ചപ്പ്, അതിന് നടുവിലൂടെ വെള്ളമൊഴുകി വരുന്നു. അപ്പോൾ അതൊക്കെ തന്നെയാണ് അതിൻ്റെ ഒരു മനോഹാരിത. കടലും പുഴയും കണ്ടലും എല്ലാം ആസ്വദിക്കാമെങ്കിലും അടിസ്ഥാന സൗകര്യമില്ല എന്നുള്ളതാണ് സഞ്ചാരികൾ അനുഭവിക്കുന്ന വലിയ പ്രശ്നം. ആ പ്രശ്നത്തിന് പരിഹാരം കാണാനൊരുങ്ങുകയാണ് ടൂറിസം വകുപ്പ്. ഇതുപോലൊരു സ്ഥലം നമുക്ക് ഫാമിലിയായിട്ട് വന്നിരിക്കാൻ ഇത്ര മനോഹരമായ സ്ഥലമാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു റെസ്റ്റോറൻറ്റോ ഇരിക്കാനുള്ള സ്ഥലവും നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ കുളിച്ച് കഴിഞ്ഞ് കുറച്ചൊരു ഷവറോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിരിക്കും. ഞാൻ കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ്. കുട്ടിയാണെങ്കിലും കുറേ സമയം വന്നിരിക്കുന്നുണ്ട്. നല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം, ഇഷ്ടമായി. വരാനൊരു വഴിയുടെ ഒരു ഇതുണ്ട് അല്ലേ? വഴിയൊക്കെ കുറച്ചുകൂടെ ഒരു ബോർഡില്ല, അങ്ങനെ നമുക്ക് ഇങ്ങോട്ട് എത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടായി. നല്ലത്, നമുക്ക് ഇഷ്ടപ്പെട്ടു. ഈ അന്തരീക്ഷം ഇഷ്ടപ്പെട്ടു. ഇത് നന്നാക്കി എടുത്തെങ്കിൽ നല്ലത്. കുറച്ച് നല്ലൊരു സ്ഥലമാണ്, കുട്ടികൾക്ക് ഒന്ന് കളിക്കാനൊക്കെ ഒരു നല്ല സ്ഥലം. ഇങ്ങനെ ഇറങ്ങി നമുക്ക് കുറച്ച് ദൂരോട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല. സാധാരണ ബീച്ചിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സേഫായിട്ട് ഇത്ര ഇറങ്ങി നടക്കാൻ പറ്റില്ല. അടിപൊളി സ്ഥലമല്ലേ, ഫോട്ടോസ് എല്ലാം എടുക്കാൻ അടിപൊളിയാണ്, വീഡിയോ എല്ലാം എടുക്കാൻ. പിന്നെ ഇങ്ങനെ ഒന്നല്ലേ ഇവിടെ മണ്ണ് കയറി വന്നിട്ട് ഫുള്ള് ഇടിഞ്ഞ് ഇപ്പം എല്ലാം മാറിപ്പോയിക്കും ഭയങ്കരമായിട്ട്. നേരത്തെ നല്ലതായിരുന്നു. നേരത്തെ നല്ല, ഇപ്പോൾ നല്ലതാ. ഇതിനുള്ളിൽ കൂടെ കുറേ ദൂരം നടന്നു പോവാം. ആളുകൾ വഴിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വരുന്ന സഞ്ചാരികൾ ആകെ ഒരു പരിസ്ഥിതിയെ നമുക്ക് എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ പറ്റുമോ അതും കൂടെ ചെയ്തിട്ടുണ്ട്. അത്രയേറെ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പികൾ ഇവിടെ കാണും. ഇത്തരത്തിലുള്ളൊരു സ്ഥലത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ അവിടെ അതിൻ്റെ ഒരു സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നുള്ളത് നമ്മുടെ കൂടെ ബാധ്യതയായിട്ട് ഏറ്റെടുക്കണം. അല്ലാതെ ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ കവറും കുപ്പിയും ഒക്കെ ഉപേക്ഷിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിട്ട് നമ്മളിതിനെ കാണാൻ പാടില്ല. ഇനി എങ്ങനെയാ ഇവിടേക്ക് എത്തുക എന്നല്ലേ? പയ്യോളി കഴിഞ്ഞ് ഇരിങ്ങലെത്തുക, അല്ലെങ്കിൽ വടകരയിൽ നിന്ന് നേരെ ഇരിങ്ങലെത്തുക. സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ് ഉണ്ട്, അതിൻ്റെ സൈഡിലൂടെയുള്ള ഒരു റോഡാണ്. ആ റോഡിലൂടെ അങ്ങനെ പോയാൽ മതി. പല സ്ഥലങ്ങളിൽ എത്തുമ്പോൾ സൈൻ ബോർഡൊക്കെ ഉണ്ട്, കൃത്യമായിട്ട് നമ്മളെ കൊളാവിയിലെത്തിക്കും. കൊളാവിയിൽ നിങ്ങൾക്കറിയാം ഒരു കടലാമ്മ സംരക്ഷണ കേന്ദ്രമുണ്ട്. അതിനോട് ചേർന്നിട്ടുള്ള റോഡിലൂടെയാണ് ഈ ബീച്ചിലേക്കും പോവുക.